ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും, ഇന്നെന്താ പതിവില്ലാണ്ട് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ? പതിവില്ലാണ്ടെന്നല്ല, ബീഫ് കറി ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു ബീഫ് കറി ഇന്ന് വെക്കാം എന്നുള്ളത്. കാരണം കുറച്ചധികം ദിവസമായി നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ചിട്ട്. പിന്നെ കുറച്ച് എല്ലൊക്കെയുള്ള ടൈപ്പ് ബീഫായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേറെ പിന്നെ കൂട്ടൊന്നും ഇടണ്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു മുന്നേ കൂട്ടി. അങ്ങനെയാണ് കറിയാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബീഫ് കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി, ബീഫ് കറിയൊക്കെ വെച്ചു. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കെട്ടിയോൻ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കെട്ടിയോനോട് പറഞ്ഞു, ഇന്ന് ചോറുണ്ടില്ല, കാരണം ഇന്ന് നല്ല ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അന്യായം പറയണേ? ഇത്രയും വലിയ ബിരിയാണി ലവറായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചു എന്ന് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നി? കൊടും അന്യായം എന്നല്ല ഇതിനെ പറയാം. അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു, എന്നാൽ ഞാനൊരു നെയ്ച്ചോറെങ്കിലും കഴിച്ചിട്ട് ഇന്ന് കിടക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കാൻ പ്ലാൻ ചെയ്യണേ. ഞാൻ കെട്ടിയവനോട് ചോദിച്ചു, ഞാനിത്തിരി നെയ്ച്ചോറ് വയ്ക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അപ്പോൾ എനിക്കെന്ത് കുഴപ്പം, നീ വെച്ചോ, അങ്ങനെ പൂശിക്കോ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ വിചാരിച്ചു വേഗം. പിന്നെ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ഒരു ഭ്രാന്തുള്ളവരുണ്ടെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക, നെയ്ച്ചോറ്, ബിരിയാണി, പുലാവ്, മന്തി, ഇങ്ങനെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈശ്വര, എൻ്റെ ഒരു വികാരമാണ് ഈ ഫുഡ്. കാരണം നമ്മളെപ്പോൾ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈവൻ പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യും, ഓക്കെ ഇനി ഞാൻ ബിരിയാണി പോലെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യില്ല, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഞാൻ കറങ്ങി തിരിഞ്ഞ് നേരെ ഈ ബിരിയാണി, പുലാവ്, ഈ വക സാധനത്തിലേക്കായിരിക്കും എൻ്റെ കയ്യെത്തുക. അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ബിരിയാണിയല്ല, എന്താ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പനി വരണ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പനി വരുമ്പോൾ വായ്ക്ക് രുചി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ കഞ്ഞി, അതുപോലെ ചമ്മന്തി, ഉണക്കമീൻ, ഇതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ് മിക്കവരുന്നത്. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഈ പനി വരണ സമയത്ത് ഒരു ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ അയ്യോ അന്തസ്, ഇതിലും വലിയ അന്തസ് വേറെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ബിരിയാണി, ഇങ്ങനത്തെ ഐറ്റംസ്. എല്ലാവർക്കും ഇങ്ങനത്തെ ഭ്രാന്തുള്ളവരാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ ഭ്രാന്തുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വായ്ക്ക് രുചിയില്ലാണ്ടാവുമ്പോൾ എന്താ പറയുക, ഈ കഞ്ഞിയും പപ്പടമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വായ്ക്ക് രുചി വരുമോ? എനിക്കറിയില്ല അങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ ഞാൻ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി, നല്ല മല്ലിയിലയൊക്കെ ഇട്ട് അങ്ങനെ എൻ്റെ ബീഫ് കറി സെറ്റായി. ശേഷമാണ് ഞാൻ ബിരിയാണി, ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ നമ്മുടെ നെയ്ച്ചോറിലേക്ക് തിരിഞ്ഞത്. ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ, നെയ്ച്ചോറ് നല്ല ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും എന്തുണ്ടാക്കുമ്പോഴായാലും നെയ്യിൽ മറ്റേ മസാലക്കൂട്ടൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ അരി നല്ലോണം, എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നൊന്നും, മീൻസ് ഒരു പെർഫെക്റ്റ് റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ കൂടുതലും, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മളത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയാം. ഇവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കായിട്ട് ബ്രേക്കാണ്, ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് മടുത്തു. വീട്ടിലിരുന്ന് നല്ല മുഷിപ്പായി, ആരും മിണ്ടാനും അറിയാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ നെയ്ച്ചോറ് ബീഫ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണേ. വലിയ പുതിയ മോടിയും എന്താ പറയുക, അങ്ങനത്തേതായ ഒരു പ്രത്യേകതയും ഒന്നും അതിനില്ല. പക്ഷെ നല്ലൊരു നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എന്താ വിശേഷം? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.